ബെന്യാമിൻ്റെ നോവൽ, ബ്ലെസ്സി എന്ന സംവിധായകൻ, പൃഥ്വിരാജ് എന്ന അഭിനേതാവ്, എ റഹ്മാൻ എന്ന മ്യൂസിക് ലെജൻഡ്. ആടുജീവിതം ഹൈപ്പിൻ്റെ പരകോടിയിലായിരുന്നു. അങ്ങനെ ഉണ്ടായ ഹൈപ്പെല്ലാം ഒരു മലയാള ചിത്രത്തിന് ഗുണമായി ഭവിക്കുന്നത് അടുത്തിടെയൊന്നും ഉണ്ടായിട്ടില്ല. ജനം തിയേറ്ററിലേക്ക് ഒഴുകുന്നതിനാണ് സാക്ഷ്യം വഹിച്ചത്. മലയാളം ഇന്നുവരെ കാണാത്ത ആദ്യ ദിന ആഗോള കളക്ഷനുമായി ചിത്രം ആദ്യം റെക്കോർഡിട്ടു. പിന്നാലെ 4 ദിവസം കൊണ്ട് അതിവേഗത്തിലുള്ള 50 കോടി. ഇതുവരെയുള്ള ചിത്രത്തിൻ്റെ ആകെ കളക്ഷൻ 85 കോടിക്ക് മുകളിലാണ്. ട്രാക്കർമാരുടെ പ്രഡിക്ഷൻ അനുസരിച്ച് ഈ ആഴ്ച അവസാനിക്കുമ്പോഴേക്ക് ചിത്രം 100 കോടി എന്ന മാന്ത്രിക നമ്പർ തൊടും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രമായി ആടുജീവിതം മാറും. റിലീസിന് ശേഷം നോവലും ബെന്യാമിനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊന്നും ചിത്രത്തെ ബാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ബോക്സ് ഓഫീസ് മുന്നേറ്റം. കേരളത്തിൽ നിന്നും മാത്രം ചിത്രം 38 കോടിക്ക് മുകളിൽ ഇതുവരെ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഇതര ഭാഷയിൽ 15 കോടിയും ഇന്ത്യക്ക് പുറത്ത് 39 കോടിയും നേടിയെന്നാണ് പ്രമുഖ ട്രാക്കർമാരുടെ കണക്ക്. RDX, നേര്, ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, കുറുപ്പ് എന്നീ ചിത്രങ്ങൾ ഓരോന്നും നേടിയ കളക്ഷൻ ഒരാഴ്ച കൊണ്ടാണ് ആടുജീവിതം മറികടന്നത്. മഞ്ഞുമൽ ബോയ്സ് ആണ് നിലവിൽ ആഗോള കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന മലയാള സിനിമ. 200 കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രം 220 കോടിയും പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ്. 2018 ലൂസിഫർ, പുലിമുരുകൻ, പ്രേമലു എന്നിവയാണ് ആടുജീവിതത്തിന് ഇനി മറികടക്കേണ്ട മറ്റു സിനിമകൾ. ആടുജീവിതത്തിൻ്റെ ഈ കുതിപ്പ് മഞ്ഞുമലിനെയും വീഴ്ത്തി മുന്നിലെത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ബുക്ക് മൈ ഷോയിൽ 1.06 ലക്ഷം ടിക്കറ്റുകളാണ് ആടുജീവിതത്തിൻ്റെതായി വിറ്റത്. രണ്ടാം സ്ഥാനത്തുള്ള ഹോളിവുഡ് ചിത്രം ഗോഡ്സില്ലയ്ക്ക് 58,000 ടിക്കറ്റുകൾ മാത്രമേ വിൽക്കാനായുള്ളൂ. തില്ലു സ്ക്വയർ എന്ന തെലുങ്ക് ചിത്രം 52,000 ടിക്കറ്റുകൾ വിറ്റു. 51,000 ടിക്കറ്റുകളാണ് ഹിന്ദി ചിത്രമായ ക്രൂവിന് ബുക്ക് മൈ ഷോയിലൂടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിൽക്കാനായത്. ഓവർസീസിൽ ഒരു മലയാള ചിത്രം ഇങ്ങനെയൊരു കുതിപ്പ് നടത്തിയിട്ടില്ല. UK-യിൽ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച കളക്ഷൻ ആടുജീവിതത്തിൻ്റെ പേരിലാണ് എന്നതാണ് പുതിയ റിപ്പോർട്ട്. മഞ്ഞുമൽ ബോയ്സിനെയാണ് ആടുജീവിതം പിന്നിലാക്കിയത്. മഞ്ഞുമൽ ബോയ്സ് 42 ദിവസങ്ങൾ കൊണ്ട് UK-യിൽ നിന്ന് ആകെ നേടിയത് 8 കോടിയാണ്. ഇതിനെയാണ് 7 ദിവസം കൊണ്ട് ആടുജീവിതം മറികടന്നത്. സൗത്ത് ഇന്ത്യയിലെ വമ്പൻ സിനിമകളായ എന്തിരൻ 2.0യെയും സെലാറും UK-യിൽ തീർത്ത ആകെ കളക്ഷനെയും ആടുജീവിതം 7 ദിവസം കൊണ്ട് മറികടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ RRRും KGF 2നെയും ആടുജീവിതം മലർത്തിയടിക്കും. അതിനിടെ ചിത്രത്തിൻ്റെ ആകെ ബജറ്റ് 82 കോടിയായിരുന്നുവെന്ന് സംവിധായകൻ ബ്ലെസ്സി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നീണ്ടുപോയതാണ് ബജറ്റ് കൂടാൻ കാരണമെന്നും ഇതര ഭാഷകളിൽ ചിത്രം സ്വീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വലിയ ക്യാൻവാസിൽ ഒരുക്കിയതെന്നും ബ്ലെസ്സി പറഞ്ഞിരുന്നു. അതിനിടെ ചിത്രം ഓസ്കാർ നേടുമെന്ന തരത്തിൽ പലരും അഭിപ്രായം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് അക്കാര്യത്തിൽ തൻ്റെ അഭിപ്രായം കൂടി സംവിധായകൻ ബ്ലെസ്സി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഓസ്കാർ കിട്ടുന്നത് വലിയ പ്രോസസ്സാണെന്നും അത് കോടികളുടെ ബിസിനസ് കൂടിയാണെന്നും ബ്ലെസ്സി പറയുന്നു. ഓസ്കാർ കിട്ടുമെന്ന് ആളുകൾ സന്തോഷം കൊണ്ട് പറയുന്നതാണ് ഏറ്റവും ഉയർന്നത് എന്ന രീതിയിൽ. ഇക്കാലത്ത് ഓസ്കാർ കിട്ടുന്നത് എന്നുമാത്രം വലിയ പ്രോസസ്സാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. കാരണം ലോസ് ആഞ്ചലസ് തിയേറ്ററുകളിൽ ഇത്ര ഷോ നടത്തണമെന്നുണ്ട്. 10,000-ൽ കൂടുതൽ ആളുകൾ സ്വാധീനം ചെലുത്തണം. അവരെ സിനിമ കാണിക്കണം. അവർക്ക് വേണ്ടി വലിയ പാർട്ടികൾ നടത്തണം. കോടികളുടെ വലിയ ബിസിനസ്സാണ് ഓസ്കാർ. അതിനൊക്കെയുള്ള അവസ്ഥ ഈ കൊച്ചു സിനിമക്കോ തനിക്കോ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു ബ്ലെസ്സി പറഞ്ഞത്.